ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 5 ആയിട്ടാണ്. അപ്പോൾ മുമ്പത്തെ പാർട്ടുകൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, ഇന്നത്തെ വീണ്ടും എഗെയിൻ ലാഗ്, നല്ല ലാഗ് ഉണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു തടസ്സം മാറ്റണം. നമ്മളിത് ഇങ്ങനെ നേരെ ഇവിടേക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 3 ഇത് വെച്ചിട്ടൊരു സ്റ്റെയർസ് ഇങ്ങോട്ട് വെക്കണം. അതിനൊക്കെ മുമ്പ് നമുക്ക് ഈ വുഡുകളൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തതാണ്, പക്ഷേ കിട്ടിയില്ല. ഞാൻ വീഡിയോ എടുത്തിട്ട് അറിയാതെ കട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒരു ഇതുണ്ടാക്കും. നമ്മളൊരു എന്താ ഇപ്പോൾ പറയുക, അതിനൊക്കെ അറിയില്ല കേട്ടോ എന്താ പറയുക. അപ്പോൾ നമുക്ക് ആദ്യം ഷവൽ ഉണ്ടാക്കണം. ഷവൽ ആദ്യം ഉണ്ടാക്കിയിട്ട് ഷവലുണ്ടല്ലോ, ശരി, നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ മണ്ണെടുക്കും, ഗ്രാസ്. ഇതാ ഒരു 1 2 3 4 ഇതാ 4 ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും 4 എടുക്കണം. 4 വേണ്ട, 3 മതി. 1 2 4 എണ്ണം വേണം, 4. ഓക്കെ, നൈസ്. ഇനി നമ്മൾ അങ്ങോട്ട് ഇതൊക്കെ കയറാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ വുഡ് എടുക്കണം. വുഡ് എവിടെ? വുഡ് കിട്ടി. ഫുഡല്ല കേട്ടോ, വുഡ്. ഫാമിങ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഫാം ഇവിടെ ഇല്ലേ? നമുക്ക് അയൺ ഗോളും ഫാമൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. അത് നമ്മൾ ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ ഉണ്ടാക്കും. സമയമൊക്കെ ഉണ്ട്, രാത്രിയാവാനായ. ഇങ്ങനെ റെഡി. ഇത് രാത്രി ആവാനായി തോന്നുന്നു. നമുക്കൊന്ന് ഉറങ്ങിയിട്ട് പറ്റും. യോക്കെ പറ്റും നൈറ്റ്. എൻ്റെ ജോലി അണ്ടർസ്റ്റോ. ഓ, അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്, തണ്ടർ സ്റ്റോൺ. നമുക്കിനി ക്രാഫ്റ്റ് ചെയ്യണം നമ്മുടെ മറ്റേത്. ആദ്യം നമ്മൾ കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ, നമുക്ക് അത് ഫുള്ള് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യം വരും. അതാണ് പറഞ്ഞത്. ഈ രാത്രി ആയിക്കൊണ്ട് വാങ്ങാം. നമുക്ക് നല്ല ആവശ്യം വരുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ പേര് ഞാൻ മുമ്പ് പോയി പേര് കാണിക്കും. അപ്പോൾ ഓക്ക് ഫെൻസ് നമ്മൾ ഫെൻസ് ഇങ്ങനെ അവിടെ ഇങ്ങനെ വെക്കുന്നു. ഒരു 2 ഈ ഭാഗം ഇങ്ങനെ ബാക്കി എടുത്ത് വെക്കുന്നു. അതാണെങ്കിൽ നമ്മൾ ഡോർ വേ. അത് മനസ്സിലായില്ല. അയ്യോ, ഇതുണ്ടാക്കാൻ സ്റ്റിക്ക് വേണം. നമ്മളൊരു 4 സ്റ്റിക്ക് ഉണ്ടാക്കുന്നു. അയ്യോ, വീണ്ടും 4 സ്റ്റിക്ക് ഉണ്ടാക്കുന്നു. ഒരു ഫെൻസ് ഉണ്ടാക്കുന്നു. ഇതിനെന്താ പറയുക? ഓ, ഫെൻസ് ഗേറ്റ്. ഫെൻസ് ഗേറ്റ്. ഓക്കെ, ഇനി നമുക്ക് 4 പ്രഷർ പ്ലേറ്റ് വേണം. പ്രഷർ പ്ലേറ്റ് 4 എണ്ണം. ഇത് കൂടുതലാണ്. അത് 4 പ്രഷർ പ്ലേറ്റ്. 2 3 4. ഓക്കെ, 4 കിട്ടി. അങ്ങനെ നമുക്ക് ഈ ഒരു സേഫ്റ്റി മാതിരി ഒരു സാധനം ഉണ്ടാക്കണം. അതാണ്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഗ്ലാസ് ഇടും. മേലെയല്ല, ഗ്ലാസ് വേണമെങ്കിൽ ഇടാം. ഇതാ, അത് റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫെൻസ് ഇട്ടിട്ട് ഇങ്ങനെ മൂടാം. ഫെൻസ് ഇട്ടിട്ട് പോകണ്ട, നമുക്ക് ഗ്ലാസ് ഇട്ടിട്ട് മൂടാം. സാൻഡ് തീർന്നോ? ഓക്കെ, പിന്നെ കുഴപ്പമില്ല. നമുക്ക് ബാക്കിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കഴുത. നമ്മളിങ്ങനെ ഇതിങ്ങനെ നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ തന്നെ വെച്ചതാണ് അവിടെ. ഓക്കെ, എത്ര മതി. ഒന്ന് പോയി. ഓക്കെ, നൈസ്. ഓനെ പോയി കിട്ടി. ഓക്കെ ഗൈസ്, ഇതെങ്ങനെ വെക്കുന്നു? ഇത് 3 എണ്ണം മതി. ഓക്കെ, നമ്മളിങ്ങനെ തടസ്സമാക്കി വെക്കുന്നു.
ഇത് ഇതെന്തിനപ്പോൾ ഇത് ഞാൻ എടുക്കാം. ഇല്ല, 2 സൈഡിലും ഉണ്ട്. അതൊക്കെ നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് സൈഡിലേക്ക് സ്റ്റെപ്പ് വേണം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പറ്റൂലല്ലേ. ഈ ജനാല നമ്മൾ അടച്ചിട്ടിരിക്കുന്നു. ഒന്നിങ്ങനെ 2 3 അത് പറ്റൂല. 1 2 3 പറ്റൂല. 1 2 3 ഇത് പറ്റും. ഇതിങ്ങനെ എടുക്കണം. നമ്മുടെ ഫെൻസ് സേഫ്റ്റി ഫസ്റ്റ്. നമ്മളിങ്ങനെ ഇവിടെ വെക്കുന്നു. ഈ ഭാഗത്ത് 2 ഇതാണ് റെഡി. ഇനി നമ്മളിങ്ങനെ കയറി വരാൻ വേണ്ടി സെറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി ആവശ്യം വരും ഫെൻസ്. ഓക്കെ, ഡൺ. നൈസ്. ഇനി നമ്മൾ ഇവിടെ കയറിയിട്ട് ഇതുണ്ടാക്കണം. ഇത് ഗേറ്റ്, ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കണം. അതിന് നമുക്ക് വീണ്ടും സ്റ്റിക്ക് ഉണ്ടാക്കണം. 2 സ്റ്റിക്ക്. പിന്നെ നേരെ പോയിട്ട് ഓക്ക് ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ട് ഓക്കെ റെഡി. ഇനി നമുക്ക് വേറെ എണ്ണം ഉണ്ടാക്കാണ്ട് സ്റ്റെപ്പും മരത്താ സാധനം ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് ആ മേലേക്ക് കയറാൻ പറ്റുള്ളൂ. ഒരു ലോഡ് പണിയുണ്ട് ഇന്ന് നമ്മൾ ഭയങ്കര പണിയാണ്. ഒരു ചളിയൊന്നും അടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഓക്കെ, 20 എണ്ണം മതിയാവും. നേരെ അങ്ങനെ വെച്ചു. 1 2 3 20 എണ്ണം വേണ്ടായിരുന്നു, 9 എണ്ണം മതിയായിരുന്നു. വെറുതെ 20 എണ്ണം വെച്ച്. ഓക്കെ, അപ്പം ഇങ്ങോട്ടായി. ഇനി നമുക്ക് ഈ സാധനം അതങ്ങനെ ഇരിക്കട്ടെ. കുറച്ചും കൂടി ചിലവാ. അയ്യോ, നമ്മുടെ വുഡ് പെട്ടെന്ന് തീരുന്നുണ്ട് ഗൈസ്. വുഡ് നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കളയണ മാതിരിയാണ് നമ്മുടെ വുഡ് തീരുന്നത്. ഇനി ആകെ 2 സ്റ്റാക്കുള്ളൂ. തുടങ്ങുമ്പോൾ എത്ര സ്റ്റാക്കായിരുന്നു? 4 സ്റ്റാക്കും 30 ഇതും. ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനി നമ്മൾ ഓക്ക് ഫെൻസ്, നൈസ്, 9 ഓക്ക് ഫെൻസ് ഉണ്ടാക്കിയിട്ട് പിന്നെ വീണ്ടും പുറത്ത് പോയിട്ട് ഇത് ഉണ്ടാക്കണം. ഡൺ ഡൺ, നൈസ്. ഓക്കെ ഗൈസ്, അവിടെ സ്കെൽട്ടൻ കാണാനുണ്ട്. സ്കെൽട്ടൻ നമ്മുടെ അടുത്തേക്ക് വരില്ല. ഓക്കെ, ഇനി നമുക്ക് മേലത്തെ പണിയാണ് ഗൈസ്. ഇത് കുറേ പണിയുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ഓട്ടടണം. അത് എന്തിനാന്ന് വരും വഴി നമുക്ക് കാണാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇനി മേലത്തെ പണിയാണ് ഗൈസ്. നമുക്ക് ഇനി മേലത്തെ പണി തീർക്കണം. അത് പിന്നെ മേലേക്ക് കയറാനുള്ളൊരു വഴിയും കൂടിയാണത്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് മേലേക്ക് കയറാനുള്ള വഴി ഉണ്ടാക്കാം. നൈസ്. 3 എണ്ണമാണ് ആവശ്യമുള്ളത്. ഇതാ ഇങ്ങനെ ഇനി കയറാം. സമാധാനം. സ്റ്റാക്കുകൾ തിരിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ലാഗ്. നമ്മൾ ഈ ഭാഗം നോക്കുന്നില്ല കേട്ടോ, നേരെ ഇങ്ങോട്ടാക്കാനാണ്. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ഫെൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു മൂടലാക്കിയാൽ. അല്ല വേണ്ട, ഓക്കെ ഡൺ. 1 2 3 1 2 3 1 2 3. ഇത് പെട്ടെന്ന് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ആയി നല്ല ഒന്നുമില്ല. 1 2 3
തമ്മിൽ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ബാക്കി തുടരുന്നു. രണ്ടാമത്തെ നിലയാണ് ഭയങ്കര ഈസി ആയിട്ട് തീർന്നത് ഗൈസ്. അയ്യോ തീരുന്നില്ല. ഇനി വുഡ് ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ. വുഡും തീർന്നു. അപ്പോൾ ഗൈസ് വുഡ് എടുത്തിട്ട് വന്നിട്ട് കാണാം. ആക്സ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോവും എൻ്റെ ഏറ്റവും വലിയ വീഡിയോ, അതായത് മൈൻക്രാഫ്റ്റ് സീരീസിലെ ഏറ്റവും വലിയ വീഡിയോ. അതെ, ഡ്യൂറേഷൻ കൂടുതലുള്ള വീഡിയോ. കുറേ നേരം ഇതിനെക്കാളൊന്ന് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഓക്കെ, വീടൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. കൊളായി വരാത്ത ഭാഗ്യം. വീണ്ടും രാത്രിയാവാനായ, മരം വെട്ടി വന്നപ്പോഴേക്കും രാത്രിയാവാനായി ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഒരു ഡോർ ഉണ്ടാക്കണം. അല്ല, ഡോർ ഉണ്ടാക്കിയതുണ്ടല്ലോ, ഈ ചാട്ട സെറ്റായിരുന്നു. അവിടെ ഉണ്ടാക്കിയ ഡോറൊക്കെ ഇവിടെ പോയി. കുറേ സാധനങ്ങൾ മിസ്സാകുന്നുണ്ട് കേട്ടോ. അതിപ്പോഴൊക്കെ പിടുത്തം കിട്ടിയത്. പിടുത്തം ഡോറൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഞാൻ എടുത്ത ചെല്ലല്ലേ, ഞാൻ കൊണ്ടുപോയി കളഞ്ഞായിരുന്നത്. പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. പ്രഷർ പ്ലേറ്റ് എന്ന് വെച്ചിട്ട് ഡോറ് തുറക്കാൻ മടിയായിട്ടാണ്. അവിടെ നമുക്ക് ആദ്യം ഉറങ്ങാൻ. മോൺസ്റ്റേഴ്സ് നിയർ ബൈ, ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ പട്ടി പണിയെടുക്കേണ്ടി വരും. നൈസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിന് നമ്മുടെ റൂഫ് ടോപ്പ് തീർക്കാൻ പോകുന്നത്. അപ്പോൾ യുവക്സ് വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് ഞാൻ കാണിക്കാം. അതിനിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം, അതാണ് നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മറന്നു. നമുക്കൊരു ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് മേലെ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താം, അതാണ് നല്ലത്. ഓക്കെ നൈസ്. ഇനിയൊരു സ്റ്റെയർസ് കൂടി ഉണ്ടാക്കിയാൽ മതി, തീർന്ന്. മേലൊക്കെ കയറാൻ പറ്റുന്ന ഒരു രീതിയിലൊരു സ്റ്റെയർസ് സെറ്റപ്പ്. ആ വുഡിൻ്റെ സ്റ്റാക്ക് അങ്ങോട്ട് സ്റ്റെയർസ് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് കളഞ്ഞു. ഓക്കെ, സ്റ്റെയർസ് റെഡി. ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഞാൻ പൊളി ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്, നടക്കുമോയെന്നറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.